അന്ന് അക്കാലത്ത് എം രാജ, കമുകറ പുരുഷോത്തമൻ, ഉദയഭാനുചേട്ടൻ, പി ബി ശ്രീനിവാസ് പോലെയുള്ള ഗായകരാണെന്ന് പ്രധാനപ്പെട്ട ഗായകർ. യേശുദാസിന് പലപ്പോഴും അവസരങ്ങൾ കിട്ടാതെ ഇരുന്നു. വളരെ ആകസ്മികമായാണ് യേശുദാസിന് ഇന്ന് കാണുന്ന യേശുദാസിലേക്കുള്ള മാറ്റമുണ്ടാകുന്നത്. അതാണ് ഭാഗ്യമെന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഭാഗ്യം എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അത് ഹെൽമെറ്റിൻ്റെ രൂപത്തിലും വരും. ഇന്നലെ നമ്മൾ കണ്ടതാണ്. 2 റൺസ് മതി, അല്ലെങ്കിൽ 2 റൺസ് മതി വലിച്ചടിച്ച പന്ത് 4 പോകേണ്ടതായിരുന്നു. പക്ഷേ ബാറ്റ്സ്മാൻ്റെ തൊട്ടു മുന്നിൽ നിന്ന കളിക്കാരൻ്റെ ഹെൽമെറ്റിൽ കൊണ്ട ഈ പന്ത് നേരെ പൊങ്ങി ക്യാച്ചായി കേരളം രഞ്ജി ട്രോഫിയിൽ അതിൻ്റെ ചരിത്രത്തിലാദ്യമായി ഫൈനലിൽ വന്നു. അപ്പോൾ അന്ന് പത്രത്തിൽ ഉള്ള ഇതൊരു ലോകാത്ഭുതമെന്നാണ്, മഹാത്ഭുതം എന്ന് പറയും. ഇതൊരു ലോകാത്ഭുതമാണ്, ഇങ്ങനെയൊരു ഫൈനൽ പ്രവേശനം ഒരു ലോകാത്ഭുതമാണെന്നാണ്. ഭാഗ്യമാണ് അവിടെ നമ്മളെ രക്ഷിച്ചത്. ഇല്ലെങ്കിൽ ആ പന്ത് ആ ഹെൽമെറ്റിൽ കൊള്ളാതെ പോയിരുന്നെങ്കിൽ നേരെ 4 ആയിരുന്നെങ്കിൽ അവർക്ക് 2 റൺസ് ലീഡ് വരും. അതോടുകൂടി അവർ ഫൈനലിൽ വന്നേനെ. അപ്പോൾ എന്ന് പറയുന്ന പോലെ വളരെ ആകസ്മികമായാണ് യേശുദാസിന് ഭാഗ്യം വരുന്നത്. അറബിക്കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി, അവർ പണ്ടേ പകിടയുരുട്ടി കളിക്കുന്നു എന്നുള്ള പാട്ടൊക്കെ പാടി നിന്നയാളാണ് യേശുദാസ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ സംഗീത സാധനയ്ക്കനുസരിച്ച് അത്രയും വെല്ലുവിളി ഉയർത്തുന്ന പാട്ടൊന്നും യേശുദാസിന് ആദ്യം കിട്ടിയിരുന്നില്ല. യേശുദാസിന് ഭാഗ്യം വരുന്നത് ഒരു പ്രധാനപ്പെട്ട പാട്ട് ഞാൻ പിന്നെ പറയാം. ആ പാട്ട് പാടുന്നത് മറ്റൊരു ഗായകനാണ്. ആ ഗായകനെ കൊണ്ട് പാടിക്കാൻ ആ ഗായകൻ വന്നു. നാളെ റിഹേഴ്സൽ കഴിഞ്ഞ് പോയ ഗായകനാണ്. അദ്ദേഹം ഫൈനൽ റിഹേഴ്സലിന് വേണ്ടി വന്നിരിക്കുകയാണ്. നാളെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കുകയാണ്. പാടാൻ വന്നിട്ട് ഈ ഗായകന് പാടാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് കടുത്ത പനിയാണ്, ഒരു രീതിയിലും പാടാൻ പറ്റുന്നില്ല. പാടിയിട്ട് ശരിയാവുന്നില്ല, പാടിയിട്ട് ആ ഭാവം വരുന്നില്ല. ആകെ പ്രശ്നമായി. കാരണം നാളെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ പോലെയല്ല. ഇന്ന് 20 കോടി പോയ നിർമ്മാതാവും പറയുന്നത് കുഴപ്പമൊന്നുമില്ല, അടുത്ത സിനിമയിൽ പിടിക്കാവുന്ന. പണ്ടങ്ങനെയൊന്നും പൈസയില്ല. അപ്പോൾ വളരെ തുച്ഛമായ പൈസ കൊണ്ടാണ് സിനിമ എടുക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് മറ്റൊരു ഗായകനെ പരീക്ഷിച്ച് നോക്കാം എന്നായി. ആദ്യമൊന്നും അതിലേക്ക് വന്നില്ല. അവസാനം മറ്റൊരു ഗായകനെ പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഗായകനെ പരീക്ഷിക്കുകയാണ്. ആരാണ് മറ്റൊരു ഗായകൻ? അതിലെ തന്നെ ഒരു സെക്കൻഡ് പാട്ട് പാടിയ, അല്ലെങ്കിൽ ഒരു വളരെ അപ്രധാനമായൊരു പാട്ട് പാടി 12 രൂപ പ്രതിഫലം വാങ്ങിക്കാൻ നിൽക്കുന്ന യേശുദാസ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് പാടാൻ പറയുന്നു. ഈ പാട്ട് ഒന്ന് പാടി സഹായിക്കണം നാളെ. യേശുദാസ് പറഞ്ഞു പറ്റില്ല. കാരണം അന്നത്തെ ഏറ്റവും വലിയ ഗായകൻ പാടാൻ അദ്ദേഹം ഓൾറെഡി അവിടെ ഉണ്ട്. അങ്ങനെയുള്ളൊരു പാട്ട് അദ്ദേഹത്തെ വെട്ടി പാടുക എന്ന് പറയുന്നത് തുടർന്ന് മുന്നോട്ട് ഈ യേശുദാസിൻ്റെ, അല്ലെങ്കിൽ അന്നത്തെ യേശുദാസിൻ്റെ ഗായക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പാടാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നിർമ്മാതാവ് പറഞ്ഞു, സംഗീത സംവിധായകൻ പറഞ്ഞു, യേശുദാസ് തയ്യാറായില്ല. ഒടുവിൽ ഈ പാട്ട് അവസാനം എങ്ങനെ ഇയാളെ ഒന്ന് സമ്മതിപ്പിക്കും? ഒടുവിൽ യേശുദാസിനോട് ഇക്കാര്യം ആവശ്യപ്പെടാൻ ആ ഗായകനോട് തന്നെ സംവിധായകൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഉദയഭാനു എന്ന് പറയുന്ന അക്കാലത്തെ ഏറ്റവും വലിയ ഗായകൻ, അദ്ദേഹം യേശുദാസിനെ വിളിച്ചിട്ട് പറയുകയാണ്, ദാസപ്പ, നീ ഈ പാട്ട് പാടി ഇവരെ ഒന്ന് സഹായിക്കണം. അങ്ങനെയാണ് യേശുദാസ് ആ പാട്ട് പാടുന്നത്. ആ പാട്ട് വളരെ പ്രസിദ്ധമായ, നിങ്ങൾക്കെല്ലാം അറിയുന്ന പാട്ടാണ്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം എന്നുള്ള പാട്ട് യേശുദാസ് പാടുന്നു. അത് വളരെ പ്രസിദ്ധമായ പാട്ടായി മാറുന്നു, വലിയ സൂപ്പർ ഹിറ്റ് പാട്ടായി മാറുന്നു. യേശുദാസ് എന്ന് പറയുന്ന ഗായകനെ മലയാള സിനിമയിൽ
എന്താണ് സ്ഥിരപ്രതിഷ്ഠയ നേടുന്ന പാട്ടാകുന്നു. അതോടൊപ്പം തന്നെ യേശുദാസ് എന്ന് പറയുന്ന ഗായകനെ ഏതാണ്ട് ഇതിനോടൊപ്പം വന്ന പാട്ടാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പാട്ടുണ്ട്. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ വളരെ പ്രസിദ്ധമായ പാട്ട്, നിങ്ങൾക്കെല്ലാം അറിയാം, താമസമെന്തേ വരുവാൻ എന്നുള്ള പാട്ട്. ഈ രണ്ട് പാട്ടും വന്നതോടുകൂടിയാണ് യേശുദാസ് വലിയ ഗായകനായി മാറുന്നത്.